ആദ്യം തന്നെ നമ്മളൊരു കലണ്ടർ, പഴയ കലണ്ടർ നമ്മുടെ വീട്ടിലുള്ള എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 4 പേപ്പർ കീറിയിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് നമ്മുടെ ഈ കാണുന്നത് പോലെ ഇങ്ങനെ ഈ ഗം എവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലെ ഇങ്ങനെ കിടക്കും, വരും. ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതേപോലെ കോണ് പോലെ നമ്മുടെ ആ കലണ്ടർ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ സൈഡിലും നമ്മൾ ഗമ്മ് തേച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു കോണിങ്ങനെ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുന്നത് നമ്മുടെ ആ കലണ്ടറിൻ്റെ ആ എക്സസ് ആയിട്ടുള്ള പാർട്ട് കറക്റ്റ് ലെവലിന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഇത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഈ ഒരു ഷേപ്പിന്, നമ്മുടെ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഈ സൈഡും കൂടെ ചെറുതായിട്ട്, ഒരുപാടല്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കാം. അതേപോലെ നമ്മൾ ഈ സൈഡിൽ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ കോണിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ ഒരു പേപ്പർ വിട്ട് കിടക്കും. അത് നമുക്ക് ഗം ഒട്ടിച്ചോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചോ ഒട്ടിക്കാം. ഞാനിവിടെ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഹോർലിക്സിൻ്റെയോ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെയോ ഒരു ടിന്നെടുത്തിട്ട് അതിലേക്ക് മണ്ണ് നിറച്ച് കമ്പ് ഫിക്സ് ചെയ്ത് വെക്കണം. ഇവിടെ നിങ്ങൾക്ക് കമ്പിന് പകരം PVC പൈപ്പ് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് പതുക്കെ നമ്മുടെ ആ കോണ് അതിലേക്ക് വെക്കുക. നമ്മൾ ഈ കോണ് വെക്കുമ്പം മാക്സിമം നമ്മൾ എവിടെയാണോ ക്രിസ്മസ് ട്രീ വെക്കുന്നത് അവിടെ വേണം വെക്കാൻ. ഇവിടുത്തെ ഇപ്പം ഞാൻ മറന്നുപോയി, ഞാനത് ഓർത്തില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ താഴെ ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഐറ്റമൊക്കെയാണ് നമ്മുടെ കലണ്ടർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ നമ്മുടെ ആ കലണ്ടറിൻ്റെ ആ ഒരു കോൺ പോലെ ടോപ്പില്ലേ, അവിടെ നമുക്ക് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തത്. ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ, നല്ലതുപോലെ അത് ഒട്ടിയിരിക്കും. നമ്മുടെ സെല്ലോ ടേപ്പ് ആകുമ്പോൾ ഇത്തിരി കഷ്ടപ്പാടാണ് നമ്മുടെ ആ കലണ്ടറിൽ ഒട്ടി ഒന്ന് ഇരിക്കാൻ, ഇങ്ങനെ ഇളകിയൊക്കെ വരും. ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പം ആ ഒരു രീതിയിൽ അത് നല്ല വൃത്തിക്ക് ഒട്ടിയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ ഫുള്ള് നമ്മുടെ ആ ഒരു കോണിൻ്റെ താഴെ വരെ നമുക്ക് ചുറ്റിച്ചെടുക്കണം. ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിൽ ഇച്ചിരി ചുറ്റിപ്പിക്കുന്ന പരിപാടി ഈ ചുറ്റുന്നത് തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം. ഇത് ഇത്തിരി ഇരുന്ന് കറക്റ്റ് ലെവലിന് ചുറ്റുന്നത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. പതുക്കെ സാവധാനം വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കറക്റ്റ് ലെവലിന് നമുക്കത് കിട്ടത്തില്ല. എനിക്ക് ഈ ഒരു കലണ്ടർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 3 ഈ ഗ്രീൻ കളർ സാധനം വേണ്ടി വന്നു. നിങ്ങൾ എത്രത്തോളം ഹൈറ്റിനാണ് എടുക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് കലണ്ടറിൻ്റെ ലെന്തും അതേപോലെ വിഡ്ത്തും കൂട്ടാം. അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അതേപോലെ നമുക്ക് ഈ ഗ്രീൻ കളർ വേണ്ടി വരും. എനിക്കാണെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ 3 വന്നുള്ളെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ കൂടിയെന്ന് വരാം. കാരണം നിങ്ങളെടുക്കുന്ന പേപ്പർ എത്രത്തോളം എടുക്കുന്നോ ആ ഒരു ഇതനുസരിച്ചായിരിക്കും നമുക്കിത് ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു ട്രീ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിക്ക് പേപ്പറിൻ്റെ ലെന്തും വിഡ്ത്തും എടുക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ ഫുള്ള് ചുറ്റി നോക്കി ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരുക്കി എടുത്തിട്ട്, അതായത് ഫുൾ അതിനകത്ത് എല്ലാം സെറ്റെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അവിടെ ഞാൻ താഴെ നിന്ന് അത് മുകളിലോട്ടാക്കി. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ്. ബൈ ബൈ.